രാമായണ മാസം കർക്കിടകം 11 ദിവസമായി. അപ്പം ഞാൻ 11 ദിവസം ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിലൊക്കെ ഇടണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മോള് പറഞ്ഞുകൊണ്ട് ചെയ്യാണ്. രാമായണത്തെക്കുറിച്ച് അധികം അറിഞ്ഞിട്ടൊന്നല്ല, ഇന്ന് അറിയാത്തവർ ധാരാളം ഉണ്ടാവും. അപ്പം എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഭരതാഗമനം ആണ് ഞാനിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് വനത്തിലേക്ക് പോയി ഭരതൻ അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കേകയ രാജ്യത്ത് ഭരതനോട് വരാൻ പറയുന്നതാണ്. അപ്പോൾ വായിക്കട്ടെ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യയ്ക്കയക്കുന്നു. ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനുമങ്ങരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും. എന്തകപ്പെട്ടിനെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടു അയോധ്യാപുരി പൊക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ പൃഷ്ടലക്ഷ്മീകം ജനോത്ബോധവർജിതം ദൃഷ്ടാ വിഗതോത്സവം രാജമെന്ദിതം തേജോവിഹീന മകം പൊക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവു മുത്തായ ഗാഠമാലിംഗ്യമടിയിൽ വെച്ചുത്തമാങ്കേ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലീ മൽക്കുരത്തിങ്കലൊക്കവേ മാതാവിനും ഭ്രാതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറകണി. തരം കൈകേയി ചെന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. അല്ലേ, അങ്ങനെ കേകയ രാജ്യത്ത് നിന്ന് ഭരതനോട് അയോധ്യയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അയോധ്യയിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് അയോധ്യയിൽ ഇതൊക്കെ കണ്ടപ്പം തന്നെ അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് അറിയില്ല, ആർക്കും ആപത്ത് വന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായി. താതനാണോ അച്ഛനാണോ സഹോദരനാണോ എന്താ വന്ന് പെട്ടതെന്ന് മനസ്സിലാവുന്നില്ല. അവിടെയാണെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന സാധനം ഇല്ല. അയോധ്യയിൽ എല്ലാം ഒരു ശബ്ദം ഇല്ലാത്തൊരു ഇതാണ് കാണുന്നത്. അവർ എവിടെയും ഒരു ശബ്ദം പോലും അവർ കേൾക്കുന്നില്ല. രാമലക്ഷ്മണന്മാരില്ലേ എന്നൊരു തോന്നല് നാട്ടിൽ. അങ്ങനെ അവർ വന്ന് കൈകേയിനെ കണ്ട് നമസ്കരിച്ചു. പുത്രന്മാരെ മടിയിലിരുത്തി ആലിംഗനം ചെയ്ത് കൈകേയി അവിടുത്തെ കേകയ രാജ്യത്തെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരവും ഭരതൻ പറഞ്ഞു. പിന്നെ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കണ്ടീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തതുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകെന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയും ചൊല്ലിനാൻ. എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്നു കേട്ടോരു ഭരതനും ശോണീതലേ ദുഃഖ വിഹ്വലചിത്തനായി വീണവിലാപം തുടങ്ങിനാൻ എത്രയും. അപ്പോൾ അച്ഛൻ എവിടെയെന്നാണ് മകൻ ചോദിക്കുന്നത്. ഈ അമ്മയുടെ കൂടെ അല്ലാതെ അച്ഛനെ അവരൊരു നാളും കണ്ടില്ല. അത് രാമനും പറയുന്നുണ്ട്, ഭരതനും പറയുന്നുണ്ട്. ഇപ്പോൾ ഭവതി ഒറ്റയ്ക്ക് എന്താണ് ഇവിടെ കഴിയുന്നത്, അച്ഛൻ എവിടെ പോയി എന്നാണ് മകൻ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത്, നിന്റെ വാഞ്ചിതമൊക്കെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ വരുത്തിക്കുന്ന അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വങ്ങളെല്ലാം കീർത്തി പരത്തി സൽപുരുഷമാന്മാർ ഗതി ലഭിച്ചിടിനാൻ പിതാവെന്നു കേട്ടൊരു ഭരതനും. അങ്ങനെ എല്ലാം അവസാനിച്ചു എന്നാണ് പറയുന്നത് കൈകേയി.
അച്ഛൻ. അപ്പോഴേക്കും അത് കേട്ട് ക്ഷോണീതലെ ഭൂമിയിൽ കിടന്ന് ഭരതൻ ആകുല ചിത്തനായി അവനും കരയാൻ തുടങ്ങി. അപ്പം ദശരഥന് എന്തോ സംഭവിച്ചു. അത് തന്നെ പറയാം. ഇനി ഭരതൻ്റെ വിലാപമാണ് കാണുന്നത്.